സുഖമല്ലേ? മെവറിക് വിത്ത് മോം ചാനലിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഇന്ന് ഞങ്ങൾ മെവറിയും കൂടെ ക്യാമലിനെ കാണിക്കാമെന്ന് പറഞ്ഞ് മനോപ്പ കൊണ്ടുപോവാണ്. കാരണം 2 ദിവസം കഴിഞ്ഞ് കഴിഞ്ഞാൽ പപ്പയും മമ്മയും നാട്ടിലേക്ക് പോകും. പിന്നെ ഞാനും എൻ്റെ കൊച്ചും ഇച്ചാനും മാത്രമാവും. അപ്പോൾ ഇന്ന് ഞങ്ങൾ പോകുന്നത് ക്യാമലിനെ കാണാൻ വേണ്ടിയിട്ടാണ്. പക്ഷേ ക്യാമലിനെ കാണാൻ കൊണ്ടുപോകുന്നത് മനോപ്പയാണ്. എവിടെയാണെന്ന് എനിക്കറിയില്ല. ഞാൻ വിചാരിച്ചു ക്യാമലിനെ കാണാൻ പോകുന്നത് ഈ ഫാമിലൊക്കെ ആയിരിക്കും എന്ന്. പക്ഷെ പോകുന്ന വഴി കുറേ മസറകൾ കാണാം. ഈ ആടുജീവിതത്തിലൊക്കെ കണ്ട പോലത്തെ മസറകൾ കാണാം. ആടും കുതിരയും ഒക്കെ വളർത്തുന്ന സ്ഥലങ്ങൾ കാണാം. ക്യാമൽ വളർത്തുന്ന സ്ഥലങ്ങൾ കാണാം. പക്ഷെ അവിടെ ഒന്നും നിർത്തുന്നില്ല. ഇങ്ങനെ പോയിക്കൊണ്ടിരിക്കുവാണ്. 2 അപ്പുറത്തിപ്പുറത്ത് മരുഭൂമിയുണ്ട്. വിജനമായ കുറേ ഒരു നടുക്കൂടെ റോഡുണ്ട്. വിജനമായ സ്ഥലത്ത് കൂടെ പോയിക്കൊണ്ടിരിക്കുവാണ്. പക്ഷെ ലാസ്റ്റ് എന്തിനാണ് മനസ്സിലായത് എവിടെയാണ് പോകുന്നതെന്നുള്ളത്. ഇറ്റ് വാസ് ആൻ അമേസിങ് എക്സ്പീരിയൻസ് വിച്ച് ഐ ഹാവ് റിസീവ്ഡ് ഇൻ മൈ എൻ്റയർ ലൈഫ്. ലൈക്ക് ഞാൻ ഇതുപോലത്തെ ഒരു സംഭവം എൻ്റെ ലൈഫിലേ കണ്ടിട്ടില്ല. അങ്ങനത്തെ ഒരു സാധനത്തിലേക്കാണ് നിങ്ങളെ ഞാൻ കൂട്ടിക്കൊണ്ടു പോകുന്നത്. ആ കാണുന്നത് പാലസാണ്. അത് പറഞ്ഞു കൊടുക്കുകയാണ് മമ്മിക്ക്. അത് പാലസാണെന്ന് പറഞ്ഞു കൊടുക്കുവാണ്. അവിടെ ഒരു ലേക്കുണ്ട്. അതിൻ്റെ താഴെ അതൊക്കെ വേസ്റ്റ് വാട്ടർ ഡിസലിനേഷൻ നടക്കുന്ന സ്ഥലമാണെന്നൊക്കെ പറഞ്ഞു കൊടുക്കുവാണ്. ഇത് അലൈനിലാണ്. അലൈൻ സാക്കർ ഭാഗത്തു കൂടിയാണ് പോകുന്നത്. മമ്മിക്ക് ഇത് കാണുമ്പോൾ ഭയങ്കര ഒരു ക്യൂരിയസും എക്സൈറ്റൊക്കെയാണ്. കാരണം വെച്ച് കഴിഞ്ഞാൽ ഇവർ ഈ ആടുജീവിതത്തിൽ കണ്ട മരുഭൂമിയും മസറകളൊക്കെയാണ്. അത് നേരിട്ടുണ്ട് എന്ന് പറയുമ്പോൾ ഉള്ളൊരു ഉണ്ടല്ലേ, അങ്ങനെ കുറേ ആൾക്കാർ കഷ്ടപ്പെട്ടിട്ടുണ്ടല്ലേ എന്നൊക്കെ വിചാരിക്കുമ്പം ഉള്ളത്. പക്ഷേ ഇന്നത്തെ കാലത്ത് എനിക്ക് തോന്നുന്നു അത്രയും കഷ്ടപ്പെട്ടൊക്കെ വളരെ കുറവാണ്. കാരണം മൊബൈൽ ഫോണും ഇൻ്റർനെറ്റും ഒക്കെ ഉള്ളത് കൊണ്ട് തന്നെ അത്രയും കഷ്ടപ്പാടൊന്നും എന്തായാലും ഇന്നത്തെ കാലത്ത് മസറകളിൽ താമസിക്കുന്ന ആൾക്കാർ അനുഭവിക്കുന്നുണ്ടാവില്ല. കാരണം ഞാനിപ്പോൾ നമുക്ക് കാണാം എല്ലാ സ്ഥലത്തും മൊബൈൽ അവൈലബിൾ ആയതുകൊണ്ട് ഇതൊക്കെ കാണുന്നതൊക്കെ മസറകളാണ്. ഈ കാണുന്ന എല്ലാ മസറകളാണ്. അപ്പോൾ മെവറി ഇടയ്ക്ക് ഉറങ്ങിപ്പോയി. അവനിടയ്ക്ക് ചിണുക്കുണ്ട്, വിശക്കുന്നുണ്ടാവും. അതുപോലെ തന്നെ അവന് ദാഹിക്കും. ത്രോട്ട് നനയുമ്പം അവൻ കിടന്ന് ചിണുങ്ങും. അപ്പോൾ അവനെ ഞാൻ പാലും എടുത്ത് കിടത്തി. അവൻ ഉറങ്ങിപ്പോയി. പിന്നെ ഈ കാണുന്നതെല്ലാം തന്നെ മസറകളാണ്. ഇതിൻ്റെ ഉള്ളിൽ ക്യാമല്, പിന്നെ കുതിര, ആട് എല്ലാം ഉണ്ട്. ഇത് ഈ ക്യാമലിന് കൊടുക്കുന്ന പുല്ലുകൾ വിൽക്കുന്ന സ്ഥലമാണ്. ഇപ്പോൾ ഇവിടെ പോയിട്ട് നമുക്ക് പുല്ലുകൾ മേടിക്കാം എന്നാണ് പറയുന്നത്. കൂടുതൽ ഈ ക്യാമലി ഫാമിലേക്കൊക്കെ ഉള്ള പുല്ലുകൾ വിൽക്കുന്ന സ്ഥലമാണിത്. ഇനിയാണ് ആ ഒരു പ്രത്യേക സ്പെഷ്യലായിട്ടുള്ളൊരു പ്ലേസിലേക്ക് എൻ്റർ ചെയ്യുന്നത്. ഇവിടെ തന്നെ സ്റ്റാർട്ട് ചെയ്തു. നിങ്ങൾക്ക് ദൂരെ നിന്ന് കാണാൻ ഒരുപാട് ക്യാമൽസിന് ഇങ്ങനെ കൂട്ടത്തോടു കൂടി കൊണ്ടുപോകാം. നിങ്ങൾക്ക് കാണാം. ഇതാണ് ഞാൻ പറഞ്ഞ സംഭവം. ക്യാമൽ റേസിന് വേണ്ടിയിട്ട് ക്യാമലുകളെ ഒരുക്കുന്ന, ട്രെയിൻ ചെയ്യുന്ന മസറകളും അല്ലെങ്കിൽ ആ പ്ലേസിലൂടെയാണ് ഞങ്ങൾ ഇന്ന് പോകുന്നത്. ഞാൻ ഈ UAE വന്നിട്ട് 9 വർഷമായി. എൻ്റെ ലൈഫിൽ ഞാൻ ആദ്യമായിട്ട് കാണുന്ന ഒന്നാണ് ഈ ക്യാമൽ റേസ് ട്രെയിനിങ് എന്ന് പറയുന്നത്. സോ നമ്മൾ മിക്കവരും കണ്ടിട്ടുണ്ടാവില്ല ഇത്. ഇറ്റ് വാസ് എൻ അമേസിങ് എക്സ്പീരിയൻസ് വിച്ച് ഐ ഹാവ് റിസീവ്ഡ്. അടിപൊളിയായിരുന്നു. പക്ഷേ ഈ ചെക്കന്മാർക്കൊക്കെ ഈ ക്യാമറലിനെ നോക്കുന്ന ചെക്കന്മാരുടെ കയ്യിലൊക്കെ മൊബൈലുണ്ട്. അത് ഞാൻ പറഞ്ഞ മസറകളിൽ ഇപ്പോൾ മൊബൈൽ അവൈലബിൾ ആയതുകൊണ്ട് തന്നെ അവരിങ്ങനെ മൊബൈലിൽ ഇരുന്ന് നോക്കുന്നുണ്ട്. അതിൻ്റെ മുതലാളി വണ്ടിയിൽ ഇങ്ങനെ പോകുന്നുണ്ട്. നോക്കുന്ന പയ്യന്മാർ അതിൻ്റെ മുകളിലിരുന്ന് ഇങ്ങനെ കൂട്ടം 4-5 കൂട്ടമായിട്ടാണ് കൊണ്ടുപോകുന്നത്. ട്രെയിനിങ് കൊടുക്കുന്നത് കാണാം. മൊബൈൽ യൂസ് ചെയ്തിട്ടാണ് പോകുന്നത്. ഓരോ ആൾക്കാർക്ക് ഓരോ ക്യാമറയിൽ മനസ്സിലാക്കുന്നതിന് വേണ്ടിയിട്ട് ഓരോ കളർ തുണി പൊതിഞ്ഞിട്ടുണ്ട്. ഇത് അടിപൊളിയായിട്ടുണ്ട്. എൻ്റെ ലൈഫിൽ ഞാൻ ഇതുപോലൊരു സംഭവം കണ്ടിട്ടില്ല എന്നുള്ളതാണ്. എന്ത് രസമായിട്ടുണ്ട്. പക്ഷെ ഞാനിങ്ങനെ കൊണ്ട് വിചാരിക്കുമായിരുന്നു ഇത്ര കഷ്ടപ്പെടുന്നുണ്ടാവും ഈ ആളുകൾ, നോക്കുന്ന ആളുകളും ഈ ക്യാമലും. കാരണം ഇവർ ട്രെയിനിങ്ങിന് ചെയ്യാനുള്ളത്, അതായത് റേസിന് വേണ്ടിയിട്ട് ട്രെയിനിങ് കൊടുക്കുവാണ്. അപ്പോൾ ആ റേസ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മൾ സിനിമകളിലൊക്കെ കാണുന്ന പോലെ തന്നെയുള്ള റേസിങ്. അതായത് എന്താ പറയുക, അതിൻ്റെ പ്രൈസ് മണി എന്ന് പറയുന്നത് നമുക്ക് എക്സ്പെക്റ്റ് ചെയ്യാൻ പറ്റാത്ത അത്രയും പ്രൈസ് മണി ആയിരിക്കും. മില്യൺസും അതുപോലെ കാറും അങ്ങനെ വലിയ പ്രൈസ് മണി വെച്ചിട്ടുള്ള റേസിംഗ് ആണ്. അതിന് വേണ്ടിയിട്ടാണ് ഇതുങ്ങളെ പരിശീലിപ്പിക്കുന്നത് എന്നുള്ളതാണ്. ബട്ട് ഇറ്റ് വാസ് എൻ അമേസിങ് എക്സ്പീരിയൻസ്. സൂപ്പർബായിരുന്നു. മെവറി ഇത് കണ്ടിങ്ങനെ ആസ്വദിക്കുമായിരുന്നു അവനും. അങ്ങനെ അത് കണ്ട് ഞങ്ങൾ ഹാപ്പി ആയിട്ട് തിരിച്ചു പോന്നു. അപ്പം മെവറിയുടെ വിശേഷങ്ങൾ ഇവിടെ അവസാനിക്കുന്നില്ല. മെവറിയുടെ വിശേഷങ്ങൾ അറിയാൻ കണ്ടിന്യൂ ആയിട്ട് ഞങ്ങൾ മെവറീസ് വിത്ത് മോം എന്ന ചാനൽ കാണുക, സബ്സ്ക്രൈബ് ചെയ്യുക, ലൈക്ക് അടിക്കുക, ഷെയർ ചെയ്യുക. ബൈ.